ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. നമ്മുടെ ഇപ്പോഴത്തെ സ്നോയിൻ്റെ അവസ്ഥയാണ് കാണിക്കണത്. ഞാൻ എൻ്റെ വണ്ടി ജോലിക്ക് പോയിട്ട് പാർക്കിംഗ് ലോട്ടിൽ പാർക്ക് ചെയ്തിട്ട് എനിക്ക് അന്ന് നൈറ്റ് എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര സ്നോ ആയതുകൊണ്ട് വണ്ടി എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അവിടെ തന്നെ ഇട്ടായിരുന്നു. സെക്കൻഡ് ഡേ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് വണ്ടി നോക്കുമ്പോഴുള്ള അവസ്ഥയാണിത്. വണ്ടിയുടെ ചുറ്റും ഒരു ഐസിൻ്റെ ആവരണം പോലെ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നല്ല സ്ലിപ്പറിയാണ്, തറയിലെല്ലാം ഐസായി കിടക്കുകയാണ്. മഞ്ഞല്ല, ഇപ്പോൾ അത് ഫുള്ള് ഐസായി, നമ്മൾ ഈ ഫ്രീസറിൽ നിൽക്കുന്ന ഐസ് പോലെ. ഇത് വണ്ടി ഞാൻ ചൂടാക്കിയിട്ടിട്ട് അകത്തുനിന്ന് എടുത്താണ്. ചില്ലാണ് ഈ കാണുന്ന വണ്ടിയുടെ മൊത്തം ഇങ്ങനെ കവർ ചെയ്ത് നല്ല കട്ടിക്കാണ് ഐസ് നിൽക്കുന്നത്. അപ്പോൾ വണ്ടി ഹീറ്റ് ചെയ്യാനിട്ടിട്ട് അതിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. അത് മെൽറ്റ് കുറച്ചെങ്കിലും ആവാതെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് നേരം ഒരു 15-20 മിനിറ്റോളം അതിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ടാണ് ഞാൻ പിന്നെ ഒന്ന് കുറച്ചകത്ത് നോക്കുമ്പോൾ മെൽറ്റ് ആവണ പോലെ കണ്ട കാരണം കൊണ്ടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് പോയി അത് ക്ലീൻ ചെയ്യുന്നതാണ് കാണാൻ. നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം വെച്ചാണ് ചില്ലിലത്തെ ഐസെല്ലാം എടുക്കുന്നത്. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല പാടുണ്ടത് കളയാനായിട്ട്. കാരണം നല്ല തിക്കായിട്ടാണ് ഐസ് ആയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ താഴത്തെ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല കനത്തി തന്നെ ഉണ്ട്. ഞാൻ കുറച്ച് നേരം ശ്രമിച്ചു, പക്ഷേ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പിക്ക് ചെയ്യാൻ വരാൻ പറയേണ്ടി വന്നു. കാരണം വണ്ടി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ 2 ദിവസമായിട്ടും വണ്ടി പാർക്കിംഗ് ലോട്ടിൽ തന്നെയാണ് കിടക്കുന്നത്. നമുക്കതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല വണ്ടി. ഇന്നിപ്പോൾ വീണ്ടും പോയിട്ട് പകലൊന്ന് ക്ലീൻ ചെയ്ത് നേരെയാക്കിയെടുത്ത് നോക്കണം. കാരണം ഇന്ന് നൈറ്റ് ഷിഫ്റ്റാണ്. നൈറ്റ് ഷിഫ്റ്റിന് പോണ മുന്നേ റെഡിയാക്കിയിട്ടൊന്നും എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ചൊക്കെ ക്ലീൻ ചെയ്തു. അപ്പോഴേക്കും മരവിക്കാൻ തുടങ്ങിയ കാരണം ഞാൻ പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നിർത്തി. വീണ്ടും ഹസ്ബൻഡ് എത്തിക്കഴിഞ്ഞപ്പോൾ ആളുടെ കൂടെ കയറി പോരായിരുന്നു ചെയ്തത്. പക്ഷേ ഈ വർഷമാണ് ഇത്രയും ഭീകരമായിട്ട് ഫ്രീസിങ് റെയിനൊക്കെ വരാൻ തുടങ്ങിയത്. ഇതിപ്പോൾ ഇതേ രാത്രി വീട്ടിലേക്ക് കയറുന്ന അവസ്ഥ, മൊത്തം ഐസായിട്ട്. ഇതിപ്പോൾ ഞാൻ രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതിപ്പോൾ ബാൽക്കണിയിലത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. അവിടെ അതെ ഫുൾ ഐസ്. ഇത് ഫ്രണ്ടിലത്തെ ഡ്രൈവ് വേ ആണ്. അത് ഫുൾ ഐസായി കിടക്കുന്നത്. നമ്മൾ മഞ്ഞ് കോരാഞ്ഞിട്ട് ഐസായതല്ല, രാത്രി ഫുള്ളോടെ മഞ്ഞ് പെയ്തത്. പിന്നെ പകലാവണേ മുന്നേ ഒരു വെളുപ്പിനായപ്പോഴേ ഫ്രീസിങ് റെയിൻ തുടങ്ങിയപ്പോൾ ആ വീണ മഞ്ഞ് മൊത്തം ഫ്രോസനായിപ്പോയി. ഇത് ബാക്ക് യാർഡാണ് കാണുന്നത്. ബാക്ക് യാർഡിൽ ഇതേ നിങ്ങൾക്ക് കാണാം. ഇത് മഞ്ഞല്ല, ഇങ്ങനെ ഐസ് പാളിയായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. മഞ്ഞ് അതിൻ്റെ അടിയിലുണ്ട്, പക്ഷെ മുകളിലത്തെ ഭാഗം മൊത്തം ഫ്രോസനായി കാണാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇതിൻ്റെ അപ്ഡേറ്റ്.